ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബട്ടറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചിട്ടുള്ള ബട്ടറാണ്. അപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 ദിവസമായി പറിച്ച് വെച്ചിട്ട്. അപ്പം ചെറിയ ചെറിയ ബട്ടറാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് വലിയ വലിയ ബട്ടറായിരുന്നു കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞതിനുള്ളിൽ വലിയൊരു കുരുണ്ടാവും. അതിനുശേഷം ഒരു പാടയുണ്ട് കേട്ടോ. അപ്പോൾ ആ പാട നമുക്ക് ഇങ്ങനെ എടുത്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പം ഇതിന് നമുക്ക് വീട്ടിലുണ്ടായതിനെ കൊണ്ട് വലിയ കേടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കിത് കുറച്ചൊക്കെ എടുത്ത് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇതിനുള്ളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു പൾപ്പ് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത് ഇതിലേക്ക് ഇടുകയാണ്. അതും കൂടെ ഈ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ചധികം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ നമ്മളിങ്ങനെ ഇതിലൊന്നും അങ്ങനെ കേടില്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ എടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു പുറം ഭാഗം എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടോ ഈ ഒരു കുരു കണ്ടോ, ഇത്രയും കൂടെ വലിപ്പമുള്ളതാണ്. ഇതൊന്നും നമുക്ക് കണ്ടോ, ഇത് വലിയ കുരുവാണ്. ഇത് നമുക്കിതിനെ സ്പൂണ് കൊണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെയുണ്ട് ഇതിനുള്ളിൽ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ആയിക്കിട്ടും. നമ്മൾ ബട്ടർ ഒരു ചീസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പരിവാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്കിങ്ങനെ തന്നെ ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ കഴിക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ചൊരു മധുരമോ പുളിയോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാടുള്ളതിനെ കൊണ്ട് നമ്മൾ ജ്യൂസ് തന്നെയായിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്കൊരു 3/4 കയ്യിൽ പഞ്ചസാര ചേർത്ത് കേട്ടോ. കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മളിതിൽ മിൽമേൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മുടെ കയ്യിൽ കട്ടപ്പാലില്ല. അപ്പോൾ നമ്മളിത് കട്ടില്ലതിനെ കൊണ്ട് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ടി കൂടി കൂടി വരും. അപ്പോൾ നമ്മുടെ ജ്യൂസ് എത്രയും കട്ടിയിൽ ഇട്ടൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാട്ടോ നമ്മളെ ആ ഒരു ജ്യൂസിൻ്റെ അവക്കാഡോ ജ്യൂസ്. അപ്പം നമ്മുടെ അവക്കാഡോ ജ്യൂസ് ഇതാ നമ്മൾ 3 ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയിലാണ് കേട്ടോ നമ്മളെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. വീട്ടിലുണ്ടായതിനെ കൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വന്നോളി, കുടിച്ചോളി. നല്ല ടേസ്റ്റുള്ള അവക്കാഡോ ജ്യൂസാണ് കേട്ടോ. നമ്മൾ ബട്ടറെന്നും ഇതിനും പറയും, ഇവിടെ ബട്ടറെന്നും പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, ടാറ്റാ, സീ യു.